ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറാകൽ നിർത്തിയിട്ട് പോ. പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തായാലും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തായാലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാര്. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്. ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഉമ്മൻചാണ്ടി ചത്തു, എൻ്റെ അച്ഛനും ചത്തു. അന്ന് വിനായകൻ പറഞ്ഞ ഈ ഒരു കാര്യമാണ്. അത് നമുക്ക് പ്രതികരിക്കാൻ ഞാൻ ആ സമയത്ത് ഈ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അന്ന് പ്രതികരിക്കാൻ ഞാൻ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് വിനായകൻ പറഞ്ഞ തന്തയ്ക്ക് പിറക്കാഴിക, വിനായക നിനക്ക് പല തന്തയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയാണെന്ന് നീ വിചാരിക്കരുത്. അല്ലെങ്കിൽ നിനക്ക് തന്തയെന്ന് വിളിക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ എല്ലാവരെയും ആ രീതിയിൽ കാണരുത്. ചത്തു എന്ന് പറയുന്ന ഒരു വിശേഷണം നമ്മൾ ആർക്കൊക്കെ കൊടുക്കാറുള്ളത്? ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ ചത്തു കഴിഞ്ഞാൽ നമ്മൾ ചത്തു എന്ന് പറയും. മനുഷ്യനെ നമ്മൾ ചത്തു എന്ന് പറയാറുണ്ടോ? നമ്മളൊരു മൃഗത്തിന്റെ ജീവൻ പോയി എന്ന് പറയാനായിട്ടാണ് ഈ പറയുന്ന ചത്തു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്.